ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണുള്ളത് അത് കണക്കാക്കിയുള്ള പച്ചക്കറികൾ എടുക്കാം. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, അവസാനം ഒന്ന് ഫ്രൈ ചെയ്താണ് ഇടുന്നത്. വെണ്ടയ്ക്ക, ഇത് വറുത്തരയ്ക്കാനുള്ള തേങ്ങ, തോരൻ പരിപ്പ്, ഇത് കടുക് വറുക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളി, കായം, പിന്നെ നമ്മളെ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കഷ്യങ്ങളിടാം. അതിൻ്റെ കൂടെ തന്നെ തോരൻ പരിപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് കുക്കറിലൊരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിലേക്കുള്ള വെള്ളവും വീട്ടി കുറച്ച് കായവും ഉപ്പും കൂടി ഇടാം. ഇനി നമുക്കിനി അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇതിൽ ഒരു 4 വിസിലാകുമ്പോൾ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഒന്ന് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറായി. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ വറുത്തത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കഷിയൊക്കെ ആവശ്യത്തിന് വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്തരച്ച തേങ്ങ ചേർക്കാം. ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്ത് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണിത്, ആവശ്യത്തിനുള്ള എണ്ണ. ഇനി എണ്ണ ഒന്ന് ചൂടായാലും കടുക് ഇടാം. എണ്ണ ഒന്ന് ചൂടായിട്ട് എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വന്ന് മൂത്ത് വരട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എടുക്കണം. അപ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ ഒരു നുള്ളു മുളക് പൊടി കൂടി ഇതിലിട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് സാമ്പാറിലോട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിരുന്നു. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ സാമ്പാറിലോട്ട് ചേർക്കാം. അപ്പം നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് സാമ്പാർ തിളച്ച് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച സാമ്പാർ ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.